എന്ത് പ്രശ്നങ്ങളെങ്കിലും ഉണ്ടെങ്കിലും എന്ത് മാറ്റം വേണമെങ്കിലും അദ്ദേഹത്തിന് വരുത്താം. അത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന നിലക്ക് ഞാനതങ്ങ് വിടുകയാണ്. ഞാൻ അതിനോട് പ്രതികരിക്കുന്നില്ല. KPCC നോക്കേണ്ടുന്ന കാര്യമല്ല. അദ്ദേഹത്തിന് തന്നെ അത് തിരുത്താനും സാധിക്കുന്ന ആളാണ്. അദ്ദേഹം അത് തിരുത്തിക്കോട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വർക്കിംഗ് കമ്മിറ്റി അംഗം പരസ്യമായ ഒരു മാധ്യമത്തിലല്ലോ പ്രതികരിക്കേണ്ടത്, പാർട്ടിക്ക് വേദികളിലല്ലേ? അല്ല, സ്വാഭാവികമായും അങ്ങനെയാണ് കാണേണ്ടത്. ശശി തരൂരിനെ പോലത്തെ ഒരാള് അങ്ങനെ ചെയ്യുന്നത് യുക്തമല്ല എന്നതാണ് എന്റെ അഭിപ്രായം. അതായത് ശശി തരൂർ പരസ്യമായ മാധ്യമത്തിൽ പ്രതികരിച്ചത് ശരിയല്ല. പിന്നെ അദ്ദേഹത്തെ എല്ലാ കാലവും വളരെ പിന്തുണച്ച ഒരാളാണ് ഞാൻ. ഇപ്പോഴും ഞാൻ അദ്ദേഹത്തെ പിന്തുണക്കുന്നു. പക്ഷേ അതിര് വിട്ട് പോകരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് ഞാൻ അദ്ദേഹത്തെ ഫോൺ വിളിച്ച് പറയാൻ വേണ്ടി ഒരു 4 തവണ വിളിച്ച് കിട്ടിയില്ല. അത് പറയും. CPM ഇപ്പോ അവിടെ വളരെയധികം സ്വാഗതം ചെയ്യാണ്. CPM-ലാണ് സാധ്യത പ്രസിഡന്റ് കാണുന്നുണ്ടോ? അതൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഒരിക്കലും. ശശി തരൂർ കോൺഗ്രസ് വിട്ടു പോകുമെന്നൊന്നും ഞാൻ ഒരിക്കലും കരുതുന്നില്ല. അദ്ദേഹം കോൺഗ്രസിനകത്ത് ഈ പറഞ്ഞതെല്ലാം കോൺഗ്രസിന്റെ അകത്ത് ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാക്കി. ആ പ്രൊവോക്കേഷൻ ഒരു വലിയ ഒരു എന്തിനും ഏതിനെയും എതിർക്കാനും നിലനിർത്തി കൊണ്ടുപോകാനും കരുത്തു പകരാനും സാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിന് വഴിമരുന്നിടുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആയിരിക്കാം. ഓരോള്ള എന്റെ ലീഡർഷിപ്പിന്റെ കപ്പാസിറ്റി വിലയിരുത്തേണ്ടത് അദ്ദേഹത്തെ പോലെ ആൾ തന്നെയാണ്. അദ്ദേഹത്തിന് തോന്നി അതാണെങ്കിൽ പിന്നെ എനിക്കതിനകത്ത് പരാതി പറയാൻ കഴിയില്ലല്ലോ. ഞാൻ നന്നാകാൻ നോക്കാം. പക്ഷേ പ്രസിഡന്റ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ CPM അങ്ങേരും തമ്മിൽ, അതായത് CPM ശശി തരൂരും തമ്മിൽ വല്ലാതൊരു ടൈപ്പ് കാണുന്നുണ്ട് പല വിഷയങ്ങളിലും. അത് ഇതിന് മുന്നോടിയായിട്ടുള്ള ഇതൊക്കെ ഈ ഇന്റർവ്യൂവിന് മുന്നോടിയായിട്ട് അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ ഒരു കളമാണോ? ബോധപൂർവമുള്ളൊരു കളമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹം അഭിപ്രായം പറഞ്ഞതിൻ്റെ അകത്തൊരു കുടുക്കിൽ വീണുപോയ ഒരവസ്ഥയാണ് എൻ്റെ മനസ്സിലുള്ളത്. ഇനിയും അദ്ദേഹത്തിന് തിരുത്തുന്നതിനൊരു കുഴപ്പമില്ല. ആരും അദ്ദേഹത്തെ വിമർശിക്കുകയോ പാർട്ടി വിട്ടു പോകണമെന്നോ വലിയ ഒന്നും പറഞ്ഞിട്ടില്ല ആരും. ശശി തരൂരിനെതിരെ ആരും നമ്മളെ പാർട്ടീൻ്റെ അകത്ത് പ്രതികരിച്ചിട്ടില്ല. ഒരു നേതാവും നമ്മളെക്കാളൊക്കെ സീനിയറായ നേതാക്കന്മാർ പോലും പ്രതികരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഇപ്പം നമ്മൾ വേറൊന്നും സംഭവിച്ചിട്ടില്ല. തിരുത്താവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് തിരുത്തു അങ്ങ് പോയാൽ മതി. പാർട്ടിക്കകത്ത് പ്രശ്നങ്ങൾ തീർത്ത് ഇല്ല അതൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ബാലന്റെ ചൂണ്ടയൊന്നും ഇപ്പൊ പോക്കില്ല. ആ ചൂണ്ടയെല്ലാം പോയി. ഇപ്പൊ ചൂണ്ട വേറെയാണ്. ആ ചൂണ്ടയും പോലും ഇപ്പം കുത്തി പിടിക്കാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ എത്രയാൾ ഇതിനകം പോകണം. ഭരണം കയ്യിലുണ്ട്, സ്ഥാനമാനങ്ങൾ കയ്യിലുണ്ട്, കൊടുക്കാൻ എന്തും അവരുടെ കയ്യിലുണ്ട്. എന്നിട്ടും ഒരു നക്കിപ്പൂച്ച ഇതുവരെ പോയിട്ടില്ലല്ലോ. പോയിനോ? ഇല്ല. KPCC പ്രസിഡന്റ് വിളിച്ചിട്ട് പോലും ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആളുടെ ഉദ്ദേശം എന്താണ്? സാമാന്യ ബോധം വെച്ചാൽ മനസ്സിലാവില്ലേ? അല്ല, ഫോൺ എടുക്കാത്തതല്ല. ഫോൺ എടുക്കാൻ അദ്ദേഹം വരുന്നതിൽ എൻഗേജ്മെന്റ് ആയിരിക്കാം. ഞാൻ സംസാരിച്ചു. 4 തവണയ്ക്ക് വിളിച്ചിട്ട് എടുക്കില്ല എന്ന് പറഞ്ഞാൽ എന്ത് എൻഗേജ്മെന്റ് ആണ് പ്രസിഡന്റ്? 4 തവണയ്ക്ക് വിളിച്ചിട്ട് എടുക്കില്ല എന്ന് പറഞ്ഞാലേ പാർട്ടി വിട്ട് പോകാന്നല്ല. അല്ല, 4 തവണ വിളിച്ചപ്പോഴും അദ്ദേഹം വേറെ എന്തോ ഒരു ജോലിന്റെ അകത്ത് എൻഗേജ്ഡ് ആണെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോ എന്നെ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പ്രസംഗിക്കുമ്പോൾ തിരിച്ചു വിളിച്ചിരിക്കാം. ഞാൻ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം തിരിച്ചു വിളിച്ചിരിക്കാം. സ്വാഭാവികല്ലേ. ഞാനിപ്പോ വിളിക്കും, അദ്ദേഹത്തോട് സംസാരിക്കും. എന്നിട്ട് നിങ്ങളെ കാണാം. CPM-ന് ശുഭപ്രതീക്ഷയും KPCC പ്രസിഡന്റിന് ഇത്തിരി ശുഭപ്രതീക്ഷ കുറഞ്ഞിട്ടുണ്ടോ? ഇല്ല, എനക്ക് പ്രതീക്ഷയൊന്നും കുറഞ്ഞിട്ടില്ല. കാരണം വെറുതെ CPM-ന് വ്യാമോഹം മാത്രമാണ്. അതിലൊന്നും അദ്ദേഹം CPM-നെടുത്ത് പോകുന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ആരും മാഷല്ലാണ്ട് വേറെ ആരാ? സരിനൊക്കെ ഒരു അങ്ങനെ എടുത്തു പറയേണ്ട ഒരാളൊന്നും അല്ലല്ലോ. പാരമ്പര്യമുള്ളൊരു നേതാവ് നമ്മളിൽ നിന്ന് പോയി എന്ന് പറയുന്നത് മാഷാണ്. ഈ പ്രായമാവുമ്പോഴേ ഇനിയൊരു അവസരങ്ങൾ കോൺഗ്രസിൽ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചിട്ട് അവസരം നേടി പോകുന്നതാണ് ഇവരൊക്കെ. അല്ല, ഇതിനൊന്നും പ്രവചിക്കാൻ ഞാൻ ആരുമല്ല കേട്ടോ. ഞാൻ പോകുന്നു.